ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറീസ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ കാറ്റഗറീസ് ആൻഡ് ഒബ്ജക്ട്സ്. അപ്പോൾ നമുക്ക് എന്താണ് കാറ്റഗറീസ്, എന്താണ് ഒബ്ജക്ട്സ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഈ കാറ്റഗറീസും ഒബ്ജക്ട്സും ഒക്കെ പറയപ്പെടുന്നത് അതിൻ്റെ ഡൊമെയിൻ സ്പെസിഫിക് ആക്കാനുള്ള മെയിൻ ഐഡിയകളാണ്. അതായത് കാറ്റഗറീസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ അറിയണം, എന്താണ് ഈ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് ആദ്യം അറിയണം. അത് നമ്മൾ മുന്നത്തെ വീഡിയോ പോയിട്ട് വാച്ച് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിനകത്ത് യൂസ് ചെയ്യുന്ന കാറ്റഗറീസ് എന്താണ്, ഒബ്ജക്ട്സ് എന്താണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു സ്പെസിഫിക് ഡൊമെയിനകത്തുള്ള സം കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സം കാറ്റഗറീസ്, അതിൻ്റെ റിലേഷൻഷിപ്പുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ എയിം, അത് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാറ്റഗറീസ് എന്താണെന്ന് അറിഞ്ഞാലേ അതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് കാറ്റഗറീസ് എന്ന് നോക്കാം. ആദ്യം തന്നെ കാറ്റഗറീസിന് പറയുന്ന മറ്റൊരു പേരാണ് ക്ലാസസ് ഓർ കോൺസെപ്റ്റ്സ്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ കോൺസെപ്റ്റ്സ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരുന്നത്. നമുക്ക് വേണമെങ്കിൽ കാറ്റഗറീസ് എന്നും ക്ലാസസ് എന്നൊക്കെ പറയാം. ഈ കാറ്റഗറി എന്നുള്ളത് ആക്ച്വലി ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസ് ആണ്. കോമൺ ആയിട്ട് കുറേ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് ഗ്രൂപ്പിങ്ങിലൂടെയാണ് നമുക്ക് ഒരു ഓണ്ടോളജിയിൽ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒബ്ജക്റ്റുകളാണ് പല ടൈപ്പിലുണ്ട്. അപ്പോൾ കാർ ഒരു ഒബ്ജക്റ്റാണ്, പെന്നൊരു ഒബ്ജക്റ്റാണ്, ഇപ്പോൾ ജോൺ എന്ന പേരുള്ള ഒരാളൊരു ഒബ്ജക്റ്റാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഒരിക്കലും എല്ലാം കൂടെ ഒന്നിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കാറ്, ബൈക്ക്, എറോപ്ലെയിൻ എന്നൊക്കെ പറയുന്നത് വെഹിക്കിൾ എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. എന്നാൽ ജോണ്, ബ്രിട്ടാസ്, അഹമ്മദ് അങ്ങനത്തെ പേരുകളൊക്കെ നമുക്ക് എന്താണ് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിലാണ് അല്ലെങ്കിൽ കാറ്റഗറിയിലാണ് കൊണ്ടുപോയി വെക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ ഐഡിയോളജി ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. നോക്കാം എന്തൊക്കെയാണ് കാറ്റഗറീസിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഒന്ന് പേഴ്സൺ ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്, ഡിസീസ് ഉണ്ട്, ആനിമൽ, ഓർഗനൈസേഷൻ എക്സെട്ര. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാറ്റഗറീസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഈ കാറ്റഗറീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഹൈറാർക്കിക്കലാക്കിയിട്ടും സെറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു കാറ്റഗറിയാണ് വെഹിക്കിൾ. ഓഫ് കോഴ്സ് വെഹിക്കിളിനകത്ത് വരുന്ന കാറ്, ബൈക്ക്, ലോറി, ജീപ്പ്, സ്കൂട്ടി ആൻഡ് കുറേ ടൈപ്പിലുള്ള വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ടൊരു കാറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കാർ തന്നെ പല ടൈപ്പിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് കാറുണ്ട്, പെട്രോളിൽ ഓടുന്ന കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലുള്ള കാറുകളും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമുക്കിത് എന്ത് ചെയ്യാൻ കഴിയും, റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. പിന്നെ പറയാനുള്ളത് കാറ്റഗറീസ് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പാണ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലോ സ്വഭാവത്തിൻ്റെ ബേസിലോ ആണ്. അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഈ പ്രോപ്പർട്ടീസിന് പറയുന്ന മറ്റൊരു പേരാണ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സ്ലോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒബ്ജക്റ്റുകൾക്ക് എന്തുണ്ടായിരിക്കും, മസ്റ്റ് ഹാവ് ദിസ് പ്രോപ്പർട്ടീസ്. ഓരോ കാറ്റഗറിയുടെയും അകത്തും വരുന്ന ഒബ്ജക്റ്റുകൾക്കൊക്കെ സം പ്രോപ്പർട്ടീസ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത് പറയാനുള്ളത്, ഒരു കാറ്റഗറി മറ്റൊരു കാറ്റഗറിയുമായിട്ട് റിലേഷൻഷിപ്പുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ രണ്ടും തമ്മിൽ നമ്മൾ മൊത്തത്തിൽ ഈ ഓണ്ടോളജിയിൽ റിലേഷൻഷിപ്പുകളാണല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റഗറി ടു കാറ്റഗറി റിലേഷൻഷിപ്പും പോസിബിൾ ആണ്. ഇപ്പോൾ ഡോക്ടർ ട്രീറ്റ്സ് എ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്, പേഷ്യൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാറ്റഗറിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇത്രയാണ് കാറ്റഗറീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് കാറ്റഗറീസിൻ്റെ സബ് ടൈപ്സ് ആണ് പറയാനുള്ളത്. ഒന്ന് അബ്സ്ട്രാക്റ്റ് വേഴ്സസ് കോൺക്രീറ്റ്. നമുക്ക് രണ്ട് രീതിയിലും പറയാൻ കഴിയും. അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മളതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് പറയുക. എന്നാൽ പേഴ്സൺ, വെഹിക്കിൾ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ അതൊരു കോൺക്രീറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിന് കോൺക്രീറ്റ് കാറ്റഗറീസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രിമിറ്റീവ് കാറ്റഗറീസും ഉണ്ട്, ഡിഫൈൻഡ് കാറ്റഗറീസും ഉണ്ട്. ഇപ്പോൾ പ്രിമിറ്റീവായിട്ട് നമുക്ക് മെയിൽ, ഫീമെയിൽ എന്നൊക്കെ പറയുന്നത് ഒരു പ്രിമിറ്റീവ് കാറ്റഗറി. അപ്പോൾ മെയിൽ ഉള്ള ലിസ്റ്റിൽ വരുന്നവരൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം.
പിന്നെ പേരൻ്റ് എന്ന് പറയുമ്പോൾ അത് ഡിഫൈൻഡ് ആണ്. അതായത് ഒരു ചൈൽഡ് ഉണ്ടെങ്കിലേ അയാൾ പേരൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ ഇത് ഡിഫൈൻ ചെയ്ത് വരുന്നതാണ് ഡിഫൈൻഡ് കാറ്റഗറീസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഒബ്ജക്ട്സിനെ കുറിച്ചാണ്. ഒബ്ജക്ട്സിന് പറയാനുള്ള മറ്റൊരു പേരാണ് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്നും പറയാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസ് ആണ്. ഒരു കാറ്റഗറിക്ക് അകത്ത് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലോ ഇൻസ്റ്റൻസ് ഒക്കെയാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓണ്ടോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ടായാലും ശരി, തിയററ്റിക്കൽ എക്സാമ്പിൾസ് ആയാലും ശരി, ഓരോന്നിനകത്തുള്ള ഒബ്ജക്റ്റിൻ്റെ റിലേഷൻ വെച്ചിട്ടാണല്ലോ നമ്മളിത് പോപ്പുലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോൺ ഡോയ് അല്ലെങ്കിൽ പറയുന്നൊരു പേര്, അതെന്ന് പറഞ്ഞ പേഴ്സൺ എന്ന കാറ്റഗറിക്കകത്ത് വരുന്നൊരു ഇൻസ്റ്റൻസ് ആണ്. ഇപ്പോൾ ടെസ്ല മോഡൽ S123 എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് കാറിനകത്ത് വരുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. പിന്നെ COVID-19 എന്ന് പറയുമ്പോൾ ഡിസീസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഇൻസ്റ്റൻസും പറയപ്പെടുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഒന്ന് നോക്കാം. ഒബ്ജക്ട്സ് ഇൻഹെറിറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഫ്രം ദെയർ കാറ്റഗറീസ്. ഒബ്ജക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറിയിൽ നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസും കൺസ്ട്രെയിൻസും ഒക്കെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഓരോ ഒബ്ജക്റ്റിനും വരുന്ന വാല്യൂസ് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ആ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ബർത്ത് ഡേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്കൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലേസ് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് അത് ത്രൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പിന്നെ ഒബ്ജക്റ്റുകൾ മറ്റു ഒബ്ജക്റ്റുകളുമായിട്ട് എന്ത് ചെയ്യും? റിലേഷൻഷിപ്പുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ കാറ്റഗറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജോൺ ഡ്യൂ അറ്റൻഡ്സ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ രണ്ടും ഒബ്ജക്റ്റുകളാണ്, അത് തമ്മിൽ റിലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കാറ്റഗറീസിനെ കുറിച്ചും ഒബ്ജക്റ്റുകളെ കുറിച്ചും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് കാറ്റഗറീസും ഒബ്ജക്ട്സും. അപ്പോൾ നമുക്ക് ഈ ഡൊമെയിന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ കാറ്റഗറിയിലകത്ത് വരുന്ന ഒബ്ജക്റ്റുകൾ അറിയണം, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറികൾ തമ്മിലെ റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞാലേ നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ കാറ്റഗറി എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സബ് ടൈപ്സ് പറഞ്ഞു. ദെൻ നമ്മൾ ഒബ്ജക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിംഗ് ചോദിക്കുമ്പോൾ എസ്എ ക്വസ്റ്റിനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറീസും ഒബ്ജക്റ്റുകളൊക്കെ ചോദിക്കും. അപ്പോൾ എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് റിസൾട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.